ആലപ്പുഴക്കാർക്ക് നല്ല ഹോസ്പിറ്റാലിറ്റിയുടെ കൂടെ അടിപൊളി ഫുഡും. ഒരു ഫ്രണ്ടാണ് ഇവിടുത്തെ ഫുഡ് റെഫർ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് റോസ്റ്റും അതുപോലെ അടിപൊളി ഫുഡ് ഐറ്റംസും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത്. ചേർത്തല കിൻഡർ ഹോസ്പിറ്റൽ ഒരുവിധപ്പെട്ട ആലപ്പുഴക്കാർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഫുഡ് അധികം ആരും എക്സ്പ്ലോർ ചെയ്ത് കാണത്തില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം ഉഷാറാണ്, വേറെ ലെവലാണ്. ഇതൊരു ഓപ്പൺ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലാണ് ഇവരുടെ ഒരു ആംബിയൻസ്. ഒരു ഓപ്പൺ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയൊരു പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊക്കെ. പിന്നെ ഹൈജീൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഹൈജീൻ. ഞങ്ങളിവിടെ ട്രൈ ചെയ്ത് നോക്കിയത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട. ഇതിൽ ബിരിയാണി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്, അതുകൊണ്ടാണ് ബിരിയാണി ട്രൈ ചെയ്തത്. എടുത്തു പറയണം, ഒരു രക്ഷയില്ല. അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു ബിരിയാണിയൊക്കെ കിട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ, വേറെ ലെവലാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവം. ഇതിൻ്റെ കൂടെ ചിക്കൻ മഞ്ചൂരിയൻ, ബീഫ് റോസ്റ്റ്, ഗാർലിക് ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ 65 ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. ഇതിൽ ബീഫ് റോസ്റ്റ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇനി ഇത് ഒരുപാട് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് അല്ല. ചേർത്തല വഴി നിങ്ങൾ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ്. കിൻഡർ ഡൈനിലേക്ക് 2 ആക്സസ് ആണുള്ളത്. ഫ്രണ്ട് എൻട്രൻസും ഉണ്ട്, ബാക്ക് എൻട്രൻസും ഉണ്ട്. ബാക്ക് എൻട്രൻസ് വഴി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് കയറാം.